സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. എലിക്ക് വിഷം വെക്കുന്നതിനിടെ കുപ്പിയിൽ നിന്നും വിഷം ഗ്ലാസിൽ തെറിച്ച് അറിയാതെ വെള്ളം കുടിച്ച വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. കോളച്ചാൽ മോട്ടയം കൊച്ചിയിലെ BP ശോഭന 53 വയസ്സാണ് മരിച്ചത്. ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട ശോഭനയെ ആദ്യം മംഗളൂരുവിലും പിന്നീട് കണ്ണൂരിലും സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. നില വഷളായതോടെ പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം സംഭവിച്ചത്. സംഭവത്തിൽ രാജപുരം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. ബന്ധുക്കളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. പാലക്കാട് തണ്ണിമത്തനുകൾക്കിടയിൽ ഒളിപ്പിച്ചു കടത്തി വൻ സ്ഫോടക ശേഖരം. പാലക്കാട് മെഡിക്കൽ കോളേജിന് സമീപമാണ് തണ്ണിമത്തനുകൾക്കിടയിൽ ഒളിപ്പിച്ചു കടത്തിയ വൻ സ്ഫോടക വസ്തു ശേഖരം പോലീസ് പിടികൂടിയത്. തമിഴ്നാട് ധർമ്മപുരിയിൽ നിന്ന് വന്ന ലോറിയിൽ 90 പെട്ടികളിലായാണ് ഡിറ്റനേറ്ററുകളും ജനറ്റിൻ സ്റ്റിക്കുകളും ഫ്യൂസുകളും കണ്ടെത്തിയത്. കരിങ്കൽ കോറി ഉപയോഗത്തിന് കൊണ്ടുവന്ന സ്ഫോടക വസ്തുക്കളാണെന്ന് പോലീസ് നിഗമനം. ലോറി ഡ്രൈവർ തമിഴ്നാട് സ്വദേശി സെന്തിലിനെ ടൗൺ സൗത്ത് പോലീസ് കസ്റ്റഡിയിലെടുത്തു. സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ ഇന്ന് വൻ ആശ്വാസം. ഇന്നലെ രാവിലെ 5000-ഓളം രൂപയുടെ വർധനമുണ്ടായ വിപണിയിൽ വൈകുന്നേരത്തോടെ 800 രൂപയുടെ ഇളവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ന് വമ്പൻ ഇടിവുണ്ടായിരിക്കുന്നത്. ഇന്ന് 3680 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന് കുറഞ്ഞിരിക്കുന്നത്. 1,13,240 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന് ഇന്ന് നൽകേണ്ടത്. 14,155 രൂപയാണ് ഇന്ന് 1 ഗ്രാം സ്വർണത്തിന് നൽകേണ്ട നിരക്ക്. സ്വർണ്ണവില വീണ്ടും പഴയ റെക്കോർഡ് നിരക്കിലേക്ക് തിരിച്ചെത്തുമോ എന്നാണ് ആഭരണം വാങ്ങാനായി കാത്തിരിക്കുന്നവരുടെ പ്രധാന ആശങ്ക. മാവേലിക്കര മുൻ MLA-യും കോൺഗ്രസ് നേതാവുമായ M. മുരളി 73 വയസ്സ് അന്തരിച്ചു. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. 1991 മുതൽ തുടർച്ചയായി 4 തവണ മാവേലിക്കര മണ്ഡലത്തെ മുരളി പ്രതിനിധീകരിച്ചു. നിയമസഭയിൽ ഏറ്റവും കൂടുതൽ സ്വകാര്യ ബില്ലുകൾക്ക് അവതരണാനുമതി തേടി പ്രമേയം അവതരിപ്പിച്ചത് മുരളിയായിരുന്നു. MG സർവകലാശാലയുടെ ആദ്യ സെനറ്റ് അംഗവും KSEB-യുടെ കൺസൾട്ടേറ്റീവ് കമ്മിറ്റി അംഗവുമായിരുന്നു. കേരള സംസ്ഥാന ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് ബോർഡ് ഡയറക്ടറും കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് അംഗവും സേവനമായി അനുഷ്ഠിച്ചിട്ടുണ്ട്. ലോക ഫുട്ബോൾ ഇതിഹാസ വിസ്മയങ്ങൾക്ക് ഇന്ന് പിറന്നാൾ. പോർച്ചുഗീസ് താരം റൊണാൾഡോയ്ക്കും ബ്രസീൽ താരം നെയ്മറിനുമാണ് ഇന്ന് പിറന്നാൾ ദിനം. ക്രിസ്ത്യാനോ റൊണാൾഡോ 41-ന്റെ നിറവിലും നെയ്മർ 34-ന്റെ നിറവിലും ലോക ഫുട്ബോൾ കീഴടക്കുകയാണ്. കാൽപന്ത് പ്രേമികൾക്ക് ആനന്ദകരമാണ് ഫെബ്രുവരി 5. പോർച്ചുഗൽ ദേശീയ ടീമിന് വേണ്ടിയും അൽ നാസർ ക്ലബിന് വേണ്ടിയും കളിക്കുന്ന ഫുട്ബോളറാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഡോസ് സാന്റോസ് അവേരിയോ. 41 വയസ്സിലും 18-കാരന്റെ ചുറുചുറുപ്പും ആവേശവുമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക്. CD നാഷണൽ ടീമിൽ കരിയർ ആരംഭിച്ച് ഇന്നിപ്പോൾ ലോക ഫുട്ബോളിലെ എക്കാലത്തെ മികച്ച കളിക്കാരിൽ ഒരാളും പോർച്ചുഗീസ് ക്യാപ്റ്റനുമാണ്. 5 ബാലൺ ഡിയോർ അടക്കം നിരവധി വിശ്വ അലങ്കാരങ്ങൾ വേറെയുണ്ട്. ഇപ്പോഴും ജേഴ്സി നമ്പർ 7 കളിക്കളത്തിൽ എല്ലാവരുടെയും മനം കവരുന്ന ഒരു കാഴ്ച തന്നെയാണ്. ഒരു മുൻകാല ഫുട്ബോൾ കളിക്കാരനായ പിതാവിന്റെ ശിക്ഷണത്തിൽ തുടങ്ങിയ ഫുട്ബോൾ ജീവിതമാണ് നെയ്മർ ഡ സിൽവ സാന്റോസ് ജൂനിയർ. കളിമികവ് കൊണ്ട് മെസ്സിയായും പെലെയായും ആരാധകർക്ക് താരതമ്യപ്പെടുത്തിയ ലോകത്തിലെ ഏറ്റവും മികച്ച കളിക്കാരിൽ ഒരാളായി കണക്കാക്കപ്പെടുന്നു. 19-ാം വയസ്സിൽ സൗത്ത് അമേരിക്കൻ 2011-ലെയും 12-ലെയും ഫുട്ബോൾ ഓഫ് ഇയർ ലഭിച്ചു. പരിക്കുകൾ വിട്ടൊഴിയാത്ത നേരത്താണ് നെയ്മർ ഇപ്പോഴും. എന്നാലും അതൊന്നും തന്റെ ഫുട്ബോൾ ജീവിതത്തെ ബാധിക്കാതെ ആരാധകർക്ക് ആവേശം നൽകിക്കൊണ്ട് നെയ്മർ ഇപ്പോഴും കളിക്കളത്തിൽ വിസ്മയം സൃഷ്ടിക്കുന്നു. 2 ഇതിഹാസങ്ങൾക്കും വിപ്ര ന്യൂസിന്റെ പിറന്നാൾ ആശംസകൾ. ഇതുപോലുള്ള ന്യൂസ് അപ്ഡേറ്റുകൾക്കായി വിപ്ര ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക.